ഹലോ ഗായ്സ്, എളുപ്പത്തിലൊരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചരിയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചരിയുടെ അളവ് മാത്രമേ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ ഒരു ഏകദേശ കണക്ക് വെച്ചാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു 2 വിസിൽ അടിക്കുന്നതിന് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശർക്കരയുടെ ആവശ്യമുണ്ട്. കുറച്ച് ശർക്കര എടുത്ത് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് അരിച്ച് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുനുകുന അരിഞ്ഞ തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. ഈ ഒരു പരുവാകുമ്പോൾ അത് നമുക്ക് സൈഡിലേക്ക് മാറ്റാം. അതിനുശേഷം ശർക്കര തേണ്ട ഞാൻ അരിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചരിയും വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവം മതിയെ. പിന്നെ ഒരു അരമുറി തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാലും എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊരു രീതിയിലാണോ വേണ്ടത്, അതായത് കുറുകിയിരിക്കണോ അതോ ഇച്ചിരി നീണ്ടിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതനുസരിച്ചിട്ട് തേങ്ങാപ്പാലും പിന്നെ പശുവും പാലും ഞാൻ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാവേ. ഞാനൊരു കുറച്ച് പശുവും പാലും തിളപ്പിച്ച് നല്ലപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെന്തിരിക്കുന്ന പച്ചരിക്കകത്തോട്ട് നമ്മുടെ ശർക്കരപ്പാനി ഇല്ല അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ചൊന്ന് പറ്റിച്ചെടുക്കാം. അതൊന്ന് പറ്റി വരുന്ന സമയത്തിന് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2ാം പാൽ 1ാം പാൽ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. 2 തവണ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ട് അങ്ങനെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ. ഒറ്റ ഒരു ട്രിപ്പായിട്ട് മാത്രമേ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവാകും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പശുവും പാലും ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇത് തിളച്ച് ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. എല്ലാവരും സംശയമാണ് പിരിഞ്ഞു പോവോ അങ്ങനെയൊക്കെ. അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഈ ഒരു രീതി തന്നെ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. എനിക്കിത് പായസം പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. തേങ്ങാപ്പാലും പശുവും പാലും ഒന്നിച്ച് ഒഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്നിട്ട് ഈ ഒരു പരുവാകുവേ. ആ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പണ്ടൊക്കെ സ്കൂൾ ടൈമിൽ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടിയതില്ല, അതും കൂടെ വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തത് കൊണ്ട് ആ ഒരു തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുക്കുന്നില്ലേ. ഇപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നീണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവും പാല് തിളപ്പിച്ചതോ ഒന്ന് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മഴ സമയമൊക്കെ അല്ലേ, നമുക്കിപ്പോൾ കേരളത്തിൽ ഇടയ്ക്ക് മഴയും വെയിലും എല്ലാം കൂടെയാണല്ലോ. അപ്പോൾ മഴ വന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. കാശിക്കുട്ടനൊക്കെ നല്ല ഇഷ്ടത്തോടെയാണ് കേട്ടോ കഴിച്ചത്. അപ്പം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വന്നിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഗായ്സ്.